രാവിലെ അവൻ്റെ കൂടെ വരാൻ പറഞ്ഞതാണ്. ഇവന് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞാനാണോ ആശാൻ, ഇവനാണോ ആശാൻ? ഇങ്ങനെയാണെങ്കിൽ വത്സലെ ജോലിക്ക് വെക്കേണ്ടി വരും. ആശാരേ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ല. അയ്യോ, എന്റെ ചെരുപ്പം പോയി. അയ്യോ അയ്യോ അയ്യോ, ആശാരെ, അമ്മമ്മോ. ഇതിപ്പോ വൃത്തിയായിട്ട് കിട്ടില്ല, അയാളെ ചീത്ത വിളിക്കുമല്ലോ ഇപ്പൊ. ആശാരേ, ആടേ നീ എവിടെ പോയി കിടക്കണത്? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേടേ? ഞാൻ 9 മണി മുതൽ നിന്നെ നോക്കി നടക്കണത്. ആശാനെ, ആശാനല്ലേ ഇന്നലെ പറഞ്ഞ രാവിലെ കൂമ്പുമായിട്ട് വരാൻ. കൂമ്പ് കിട്ടാൻ ഒരുപാട് താമസം ആശാനെ. വാഴകൾ നട്ടുപിടിക്കുന്ന അവരെ പണയപ്പോ വെട്ടിയാ അവരെടിക്കില്ല. പിന്നെ വാഴയ്ക്ക് വരും പോള കിട്ടി, ഇത് മതിയാ. നിന്റെ അടുത്ത് കൂമ്പെടുക്കാനാടാ ഞാൻ പറഞ്ഞ, കൊതുമ്പെടുക്കാനല്ലടാ പറഞ്ഞത്. ആളെ വളർന്ന് ബുദ്ധി വളർന്നില്ലല്ലോടാ. അവന്റെ ഒരു പോള ഇതൊക്കെ കള. കുറെ കാലം കൊണ്ട് എന്റെ കൂടെ നടക്കുന്നത്. ഇതിന് ചെരക്കാനാടാ നടക്കുന്നത്. നമുക്കൊരു കോൾ ഒപ്പിട്ടുണ്ട്. നമുക്കൊരു 5 മണിയാകുമ്പോ ഒരു സ്ഥലം വരെ ഒന്ന് പോകണം. ആശാനെ പോവാം. ആശാന്റെ ഇല്ലേ ചൊറിച്ചിനുള്ള മരുന്ന് കയറാം. ഭയങ്കര ചൊറിച്ചിൽ ആശാനെ. ഈ ആശുപത്രിയെല്ലാം പോണോ? ആശാന്റെ മരുന്ന് തീരുവോ? ചൊറിച്ചിലൊക്കെ ഞാൻ ശരിയായി തരാം. നീ ഒരു കാര്യം, ഒരു ഞണ്ടിനെ പിടിക്കണം. ആശാൻ ഇന്നാളല്ലേ ആശാൻ ഒരു ഞണ്ടിനെ പിടിച്ചത്. എന്നൊന്നും ഞണ്ട് പിടിക്കാൻ ഇവിടെ ഈ വയന്റെ കയറി കിടക്കണം. എല്ലാവരും വിഷമൊക്കെ അടി. ഞണ്ടുകളെല്ലാം ചത്ത്, ആ ഞണ്ടുകളെല്ലാം ചത്ത് ആശാൻ. ഇനി ആകെപ്പാടുള്ള 1 2 പെണ്ണ് ഞണ്ട്. ഞണ്ടില്ലാതെ ഒരു കളിയും നടക്കൂലടേ. ആശാന് എന്നും ഞണ്ട് ഉപയോഗിച്ചാലേ ആശാന്റെ ബുദ്ധിയൊക്കെ ഇല്ലാതായി പോവും ആശാന്. ഞാൻ കുറെ നത്ത പിടിച്ചാലോ, ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയാലോ ആശാനെ. ഇവിടെ മണ്ട വൈകുന്നേരം ഒരു പൂജ കണ്ടാ, അല്ലാതെ എനിക്ക് ഞം അടിക്കാനൊന്നും അല്ല. അതെന്താ ആശാനെ പുതിയൊരു ഐറ്റം പൂജ? ഇതെനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. എല്ലാ പൂജയും നിനക്ക് പഠിപ്പിച്ചു തരാൻ പറ്റൊന്നുമില്ല. ഒരു പ്രേതബാധ ഒഴിപ്പിക്കണം. ഈ പ്രേതമൊന്നും ഇല്ലാത്തടത്ത് ഞാൻ എവിടെ പോയിടേ പ്രേതത്തിനെ കൊണ്ടുവരായി? ജീവിത മാർഗമല്ലേ. ഇപ്പൊ ഞണ്ട് കൊണ്ട് ഈ പരിപാടി നടക്കും. ആശാൻ ഞണ്ടൊക്കെ ഞാൻ പിടിച്ചു തരാം. പക്ഷെ ഇത് അത്ര നടപ്പുള്ള കാര്യമല്ലല്ലോ ആശാന. മോശം. നീയും എന്റെ കൂടി കുറെ കാലം നടന്നതല്ലടാ. അല്ല, ജീവിക്കാൻ വേറെ വഴി വേണ്ടേ? ഈ ഞണ്ടിനെ കിട്ടിയെന്ന് ഇരിക്കട്ടെ. ഈ ഞണ്ടിനെ കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടുള്ള പരിപാടി കൂടെ എനിക്കൊന്ന് പറഞ്ഞു തന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമ്മളെന്ത് ചെയ്യുന്നറിയാമോ? ഈ ഞണ്ടിന് ഒരു കലത്തിനകത്താക്കി പട്ടുകൊണ്ട് കെട്ടി അവിടെ വെച്ചിട്ട് ഞാൻ 2 മണി അടിക്കും. അപ്പൊ നീ എന്ത് ചെയ്യണം? കാലത്തിൽ 2 തട്ട് തട്ടണം. അപ്പം ഈ ഞണ്ട് കിടന്ന് കര 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 എന്ന് സൗണ്ട് ഉണ്ടാകും. അപ്പം ഞാൻ അവരോട് പറയും, പ്രേതം ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ആശാൻ ഭയങ്കര ബുദ്ധിമാൻ തന്നെ നമ്മൾ ആശാൻ. ഏറ്റാശാൻ ഇതിപ്പോ ഞണ്ടല്ല, ഞാൻ വലിയ സിരാപ്യ വരെ പിടിച്ചു വെള്ളത്തിന്റെ പടപ്പി. അല്ല, ജീവിക്കണ്ടേ? തട്ടിപ്പൊന്ന് നീ നാട്ടുകാരടുത്തൊന്നും പറഞ്ഞോളാം. ഞാൻ ആശാന് സ്വന്തം കുത്തി ചാവും ആശാന്. ഇന്ന് പാടവരമ്പത്തിലൂടെ ഓലക്കൂടയും പിടിച്ച് ഈ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഈ പ്രകൃതി രമണീയതയെല്ലാം ഒപ്പിയെടുത്ത് നമ്മുടെ നാട്ടുകാരെ കാണിക്കായിരുന്നു. അങ്ങനെയെങ്കിലും നമ്മളെ നാട്ടുകാർ നാടിന്റെ ഭംഗി കണ്ട് രസിക്കിട്ട്. ഇവൻ എന്താ ഇവിടെ തപ്പണത്? ഇവിടെ പോണ്ട, ഞാൻ കട വരെ പോണ്ടേ, എനിക്കൊരു സാധനം വാങ്ങണം. നീ എന്താ ഇവിടെ തപ്പണേ? എടേ, നമ്മളെ മൂഞ്ചൂട്ടായില്ലേ, അതാണ് ഞാൻ തപ്പണോ. എന്തുമാത്രം സാധനം ഇവിടെ കിടന്നത്. ഇപ്പൊ ഇവിടെ കാണാല്ലേ മൂഞ്ചൂട്ടാനെ. നീ മണിയാശാനായിട്ടുള്ള കമ്പനി വിട്ടാടേ, പുതിയ ബിസിനസ് തുടങ്ങാൻ പോണ. മൂഞ്ചോട്ടെടുത്ത് തുറപ്പുണ്ടാക്കിയിട്ട് നീ രക്ഷപ്പെടും കേട്ടാ. ഇടേ, ഞാൻ മണിയാശാന്റെ അടുത്ത് മാറിയൊന്നുമില്ലടാ. ഈ മൂഞ്ചൂട്ടാൻ കൊണ്ട് പണ്ട് നമ്മൾ ഞണ്ട് പിടിക്കൂലേ, അതുപോലെ ഇതിന്റെ ഒരു ഇറുക്ക് കണ്ടിട്ട് വാഴിക്കകത്തിട്ടിട്ട് വലിച്ചെടുക്കും. നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ ഞണ്ട പിടിച്ചോണ്ട് നടക്കാൻ? ആ മണിയാശാന്റെ പേരോട് നീ ഇല്ലാതാക്കുവോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെ ബിസിനസ് ചെയ്യണത്? എടേ, ഇത് അതിനൊന്നും അല്ലടാ. ഇന്ന് യാതൊരു ഒരു വേട്ടാവളിനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞണ്ട് പിടിക്കുന്നു. യാവന്റെ വീട്ടിൽ നിന്ന് മണിയാശാന് ചെറിയ മന്ത്രവാദമുണ്ട്. അവൻ പൊട്ടനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞണ്ട് പിടിച്ചാണ് നമ്മള് ഇന്ന് അവനെ പറ്റിക്കാൻ പോണം. അപ്പോഴങ്ങനെയാണ് ഇല്ലേ കാര്യത്തിന്റെ കിടപ്പ്? ഇപ്പൊ നിന്റെ മണിയാശ എവിടെ ഉണ്ടേ? ഇവിടെ ആശ എന്നെ പോലെ വിൽക്കാതെയും പൊത്തിനകത്ത് ഞണ്ട് നോക്കാം. ഞാൻ മാത്രം പിടിച്ചാൽ കിട്ടില്ല. ഇവിടെ എവിടെയും കാണും നമ്മള് ഏരല്ലേ എവിടെയെങ്കിലും. ശരിടേ, നിന്റെ കാര്യം നടക്കട്ടെ. എനിക്ക് ഈ മണിയാശാനെ ഒന്ന് കാണണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആശാന്റെ അടുത്ത് പറയരുത്. ആശ ആരടുത്ത് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ. നമ്മളെ തമ്മിലുള്ള സ്നേഹബന്ധത്തിനാണ് നിന്റെ അടുത്ത് പറഞ്ഞത് കേട്ടാടാ. ആശാ മല്ലടുത്ത് എനിക്ക് കുത്തിത്തരും. എന്തൊരു മഴ! ചെറുക്കം മഴയെ തൊലിച്ചു പോയോന്നോ? ഞണ്ടിന്റെ വരെ മീനാറ്റ പിടിച്ചോണ്ട് വരണോ? മണിയാശാനെ, നിങ്ങൾ എവിടെയൊക്കെ തിരക്കി? നിങ്ങൾ എപ്പോഴും വരും വീട്ടില്? ഞാൻ 5 മണിയാവും വരൂടെ. നീ എന്നെ നോക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 മണിക്ക് ഞാൻ വരും. നിന്റെ അടുത്ത് പറഞ്ഞ സാധനങ്ങളെല്ലാം നീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? നിന്റെ മഹാത്മ്യം എല്ലാം ആ TP ടിൻഡു എന്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കാൻ നിനക്ക് നാണക്കേടില്ലേ? ഇത്രയ്ക്ക് ലോകപരിജ്ഞാനമുള്ള നീ ഇത് നമ്മുടെ അടുത്ത് കാണിക്കണ്ടായിരുന്നു. നീ അത് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിന് മാറിപ്പോവില്ലായിരുന്നു.
ഇനി മേലാൽ നീ ഒരുത്തൻ്റെ അടുത്ത് ഞാൻ കാണിക്കില്ല കേട്ടോടാ മോണിയോ. ആശാനെ എന്റെ അടുത്ത് ഞണ്ടും പിടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കടന്ന് ഉറങ്ങണം. ആശാനെ നിങ്ങൾ എനിക്ക് ആശാനെ ഇങ്ങോട്ട് നോക്കി കുഞ്ഞു ഞണ്ട് എന്നാലും സൗണ്ട് കടകട കടകടാ കേൾക്കും. 10,000 രൂപ നമുക്ക് അടിക്കും. ആശാനെ നോക്കാശാൻ ഇതേണ്ട് ഇതാകുമ്പോ ഭയങ്കരമായിട്ട് സൗണ്ട് ചെറിയ ഞണ്ടല്ലേ ഇത് പടപടായിരിക്കും ആശാനെ പടപട സൂപ്പറായിട്ട് അടിക്കും ആശാൻ. ആശാനെ നിങ്ങൾ